ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജർമ്മനിയിലെ അഡ്വൻസ് സീസൺ അഥവാ ആഗമനകാലത്തെ പറ്റിയാണ്. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് ആഗമനകാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സീസണിൽ നൂറ്റാണ്ടുകളായി ജർമ്മനിയിൽ കാണുന്ന ഒരു മനോഹരമായ ട്രഡീഷനാണ് അഡ്വൻസ് റീത്ത് ഉണ്ടാക്കുക എന്നുള്ളതും അഡ്വൻസ് കലണ്ടർ സമ്മാനമായി കൊടുക്കുക എന്നുള്ളതും. നല്ല കടും പച്ച നിറമുള്ള ഇലകളുള്ള കോണിഫർ മരത്തിൻ്റെ കമ്പുകളും ഇലകളുമാണ് അഡ്വൻസ് റീത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വീടുകളിലും പള്ളികളിലും ഇത്തരം റീത്തുകൾ ഉണ്ടാക്കുന്നു. മിക്കവാറും ക്രിസ്മസ് സീസണിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും തന്നെ വിവിധ വർണ്ണങ്ങളിലുള്ള തിരികൾ കൊണ്ടുള്ള മനോഹരമായി ഉണ്ടാക്കിയ അഡ്വൻസ് റീത്തുകൾ വിൽക്കാൻ വച്ചിരിക്കുന്നത് കാണാം. ക്രിസ്മസിന് മുമ്പുള്ള ഓരോ ഞായറാഴ്ചയും ഓരോ തിരികൾ കത്തിക്കുന്നു. ഒരു അഡ്വൻസ് റീത്തിൽ 4 തിരികളാണുള്ളത്. ഈ 4 തിരികൾ സൂചിപ്പിക്കുന്നത് മനുഷ്യന് ഏറ്റവും ആവശ്യമായ പ്രത്യാശ, സമാധാനം, സന്തോഷം, സ്നേഹം. ആഗമനകാലത്തെ ജർമ്മനിയിലെ മറ്റൊരു ട്രഡീഷനാണ് അഡ്വൻസ് കലണ്ടർ. പ്രത്യേകിച്ച് കുട്ടികളുടെ ക്രിസ്മസിന് വേണ്ടിയുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പ് മധുരമുള്ളതാക്കുകയാണ് അഡ്വൻസ് കലണ്ടർ ചെയ്യുന്നത്. കടലാസ് കൊണ്ടുണ്ടാക്കുന്ന ഈ കലണ്ടറിൽ ഓരോ ദിവസവും കുട്ടികൾക്ക് വേണ്ടി ഓരോ സർപ്രൈസ് സമ്മാനം ഒളിപ്പിച്ചു വെച്ചിരിക്കും. അത് ഒരു കളിപ്പാട്ടമോ മിഠായിയോ അങ്ങനെ എന്തുമാകാം. ഉണ്ണീശോയെ സ്വീകരിക്കുന്നതിൻ്റെ ഒരുക്കമായി ചാരിറ്റി ആക്ടിവിറ്റീസും ഈ ഒരു സീസണിൻ്റെ പ്രത്യേകതയാണ്. പാവപ്പെട്ട രാജ്യങ്ങളിലെ ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള ഏതെങ്കിലും പ്രോജക്ട്സിനു വേണ്ടിയാണ് ഫണ്ട് റേസിംഗ് പൊതുവെ നടത്തുന്നത്. അതൊരു പക്ഷേ ലെപ്രസി, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രകൃതി ദുരന്ത ബാധിത പ്രദേശങ്ങളിലെയോ യുദ്ധബാധിത പ്രദേശങ്ങളിലെയോ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയാണ് ഇത്തരം ഫണ്ട് റേസിംഗ് നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കുട്ടികളും മുതിർന്നവരും അവരുടെ സമയവും പ്രയത്നവുമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് അഡ്വൻസ് ബാസാറിൽ അല്ലെങ്കിൽ ക്രിസ്മസ് ബാസാറിൽ വിൽക്കാൻ പറ്റിയ രീതിയിൽ കളിപ്പാട്ടങ്ങളോ മിഠായികളോ മധുര പലഹാരങ്ങളോ ഉണ്ടാക്കുന്നു. കമ്പിളി നൂലുകൊണ്ട് തൊപ്പിയും കയ്യുറയും ഷോളുമെല്ലാം തുന്നി ഉണ്ടാക്കുന്നത് ഈ തണുപ്പ് കാലത്ത് അഡ്വൻസ് ബാസാർ അല്ലെങ്കിൽ ക്രിസ്മസ് ബാസാറിൽ വിറ്റഴിയുന്ന മറ്റൊരു ഐറ്റമാണ്. അതുപോലെ തടി കൊണ്ടുള്ള ടോയ്സും ക്രിസ്മസ് ഡെക്കറേഷൻസും വീട്ടുപകരണങ്ങളും എല്ലാം വളരെ സാധാരണയായി ഈ മാർക്കറ്റിൽ കാണാം.